സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ അവസാനത്തിലാണ് രക്ഷാകര കർമ്മങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന അവിടുത്തെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും തിരുസഭാ മാതാവ് തന്റെ മക്കളുടെ ആഴമായ പ്രാർത്ഥനയ്ക്കും പ്രാശ്ചിത്വത്തിനും ഉപവാസത്തിനുമായി ഈ നോമ്പുകാലം നീക്കിവെച്ചിരിക്കുന്നു. ഇന്നത്തെ ധ്യാന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ഈ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയിൽ ദൈവത്തോടത്ത് ചിലവഴിച്ചും കർത്താവിൽ ആശ്രയിച്ച പ്രലോഭനങ്ങളെ നാം ഓരോരുത്തരും എപ്രകാരം നേരിടണമെന്നും പരീക്ഷയിൽ ഉൾപ്പെടുന്നവരെ സഹായിക്കാൻ കഴിവുള്ളവനായ ഈശോയെക്കുറിച്ച് നാം കാണുന്നു. യേശു മരുഭൂമിയിൽ വെച്ച് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. അവസരത്തിനൊത്ത് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പിശാചിനെ അവിടുന്ന് ആട്ടിയോടിക്കുന്നത് തിരുവചനമാകുന്ന ഇരുതല വാൾ കൊണ്ടാണ്. രണ്ടാമതായി, നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവന് മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ജീവിതം അടിയറവെക്കുന്ന സാഹചര്യങ്ങളെ നമ്മൾ പൂർണ്ണമായി മാറ്റേണ്ടതുണ്ട്. മൂന്നാമതായി, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക, നിന്റെ ശക്തിയും കഴിവും സാമർഥ്യവും കാണിക്കുക എന്ന പിശാചിന്റെ കുടില തന്ത്രത്തെ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു എന്ന തിരുവചനത്താൽ തുരുത്തി ഓടിക്കുന്ന സർവത്തിന്റെയും നാഥനും സൃഷ്ടാവും പരിപാലകനുമായ ഏകദൈവം താൻ തന്നെയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.